നമുക്കൊപ്പം ഇപ്പോൾ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ശ്രീ നമ്പി നാരായണൻ തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ശ്രീ നമ്പി നാരായണൻ. Good evening, Sujaya. How are you? I am fine, sir. What about you? Nothing to complain about. ഓക്കെ സർ. അപ്പോൾ നമ്മൾ ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. നമ്മുടെ റിസർച്ച് ഡെസ്കിലെ അഖിലശ്രീ യാത്രയുടെ സമയം അതേക്കുറിച്ചൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കുകയായിരുന്നു. അങ്ങേക്ക് ഈ ബഹിരാകാശത്ത് നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് തൊടുക എന്നതിനെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച് മാത്രം അറിയാവുന്ന എനിക്ക് അങ്ങയോട് ചോദിക്കുന്നതിന് തന്നെ പരിമിതിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സാങ്കേതികമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ISSൽ നിന്ന് തിരിച്ച് അവരുടെ യാത്ര, ആ ഒരു യാത്രാവേള എന്ന് പറയുന്നത് എത്രത്തോളം നിർണായകമാണ്? അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇടങ്ങൾ എപ്പോഴൊക്കെയാണ്? No, actually, എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. നമ്മൾ ദിസ് പർട്ടിക്കുലർ റിട്ടേണിംഗ്, ആക്ച്വലി പീപ്പിൾ കോൾ ഇറ്റ് ആസ് എ റെസ്ക്യൂ ഓപ്പറേഷൻ. ഐ തിങ്ക് യു ആർ ഓൾസോ കോളിംഗ് ഇറ്റ് ആസ് എ ഒരിക്കലുമില്ല, ഇതൊരു റെസ്ക്യൂ അല്ലല്ലോ, അവരുടെ ഒരു കമ്മിങ് ബാക്ക് ആണ്. ഐ വിൽ കോൾ ഇറ്റ് ആസ് എ കമ്മിങ് ബാക്ക്. Yeah, you call it as a return journey. Yeah, it's a return trip actually. So this return journey is return trip. It was done very many times by so many other people. So I find it is very normal. But what made it as historical is because of many sensational reasons കൊണ്ടാണ്. അതായത് ഇതിനകത്ത് നമ്മൾ ആദ്യം ഇത് ഒരു ഇന്ത്യൻ ഓറിജിനിലുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ നമുക്കുണ്ട്. പിന്നെ ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ. പിന്നെ പ്ലാൻ ചെയ്തത് 8-9 ദിവസം, പക്ഷേ ഇറ്റ് ഹാസ് ഗോൺ ടു 9 months. ഇങ്ങനെ ഇതെല്ലാം ചേർന്നിട്ടാണ്. അതിനിടയ്ക്ക് 1-2 ഫെയിലുവേഴ്സ്, ഹീലിയം ലീക്ക്. പിന്നെ അത് കൂടാതെ അവസാനം ഒരു ആം ദാറ്റ് വാസ് റിഫ്യൂസിങ് ടു ലീവ് ദ ക്ലച്ചസ് ആൻഡ് ദാറ്റ് ബിക്കെയിം വൺ മോർ ഡിലേ. അത് ഇങ്ങനെ ഒരു ടെൻഷൻ അങ്ങനെ വരുന്നതല്ലാതെ എനിക്ക് തോന്നുന്നത് ഇതൊരു റിട്ടേൺ ജേണി നോർമൽ ജേണിയാണ്. ആൻഡ് ബട്ട് അതർവൈസ്, ഫോർ എക്സാമ്പിൾ, ദേ ആർ നോട്ട് ഗോയിങ് ടു കം ബാക്ക്. ഇവർ 10ാമത്തെ ക്രൂവിലല്ല ഇതിലല്ല തിരിച്ചു വരുന്നത് സ്പേസ് ക്രാഫ്റ്റിൽ. ദേ ആർ ഗോയിങ് ടു കം ബാക്ക്. അതിന് മുമ്പ് പോയതും അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതും പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുമാണ്. ക്രൂ 9ന്റെ ഇതാണ് ഇവർ, അതിനാണ് തിരിച്ച് വരാൻ പോകുന്നത്. പിന്നെ there is a Russian spacecraft also is there. So ഇതൊരു എന്ത് പറയാനാ, ഒരു ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ആയിട്ട് കുറച്ചുകൂടെ ഇതാക്കി കളഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ദാറ്റ് ഈസ് ഓക്കെ. സർ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ അങ്ങ് സുനിത വില്യംസുമായൊക്കെ നടത്തിയ ആ ഒരു കൂടിക്കാഴ്ചയുടെ ഒക്കെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എക്സ്ക്ലൂസീവായി എത്തിച്ചിട്ടുണ്ട്. സുനിത വില്യംസുമായി യാത്രയ്ക്ക് മുൻപ് അങ്ങ് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അതായത് ഞാൻ കഴിഞ്ഞ വർഷം അവിടെ പോയിരുന്നപ്പം സുനിത വില്യം വാസ് സപ്പോസ് ടു ഗോ ഫോർ ദി ഈ പ്രോജക്റ്റിന് വേണ്ടി. അപ്പോൾ ഞങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഞങ്ങൾ സംസാരിച്ചു. ആക്ച്വലി ഇറ്റ് വാസ് ഇൻ ടെക്സസ്, ഹൂസ്റ്റണിലാണ്. ഞാനും മാധവനുണ്ടായിരുന്നു. സോ വി ഹാഡ് എ വെരി ലവ്ലി ഡിസ്കഷൻ. ഒരു 3-4 മണിക്കൂർ ഉണ്ടായിരുന്നു അവരെല്ലാം നമ്മുടെ കൂടെ. പക്ഷേ എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയത്, അത് ഞാൻ കാര്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ സ്ത്രീക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ത്യൻസുമായിട്ട് വലിയൊരു താല്പര്യവും ഒരു സ്നേഹവും നമ്മുടെ കൾച്ചറെക്കുറിച്ചുള്ള അവരുടെ ഭാഷ, ബോഡി ലാംഗ്വേജ് എല്ലാം കണ്ടിട്ട് അതിശയിച്ച് പോയി ഞാൻ. കാരണം ഇതേ രീതിയിലല്ല നമ്മുടെ വലിയ പൊസിഷനിലിരിക്കുന്ന ഇന്ത്യൻസ് ഇൻ അബ്രോഡ്, ഇൻ US ഫോർ എക്സാമ്പിൾ. ആർ ദേ തിങ്ക് ദേ ആർ ലിവിങ് ഇൻ എ ഡിഫറെൻറ്റ് വേൾഡ് ഓർ വി ആർ ഇൻഫീരിയർ. അതുപോലെ ഇത് അങ്ങനെയല്ല. ഇവർ വളരെ നമ്മുടെ ഒരാളായിട്ടാണ് സംസാരിക്കുന്നത് ഞങ്ങളുടെ കൂടെ. അതായത് ഒരു ഗുജറാത്തി എങ്ങനെയാണോ സംസാരിക്കുന്നത്, അതായത് ഗുജറാത്താണല്ലോ അവരുടെ ഫാദറിന്റെ ഒറിജിൻ. അപ്പോൾ ആ ഒരു ഇന്ത്യൻ വംശജ എന്നുള്ളത് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അങ്ങേക്ക് തോന്നുന്നുണ്ടായിരുന്നു അല്ലേ? അല്ല, ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഇറ്റ് ഇസ് നോട്ട് ഓൺലി ഗുജറാത്തിനോട് നിങ്ങൾ ഏത് ഭാഷയിലാണ് ഗുജറാത്തിൻ്റെ കാര്യം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ പൊതുവെ ഗുജറാത്തീസും ബംഗാളീസും വളരെ സ്നേഹപൂർവ്വമായിട്ട് അവിടെ നമ്മൾ അമേരിക്ക പോകുമ്പം നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതിൽ അവർ ഒരു സ്പെസിഫിക് ആയിട്ടാണ് അവർ കൂടുതൽ സ്നേഹം കാണിക്കുന്നതാണ്. പക്ഷെ അതല്ല, ഷീ ഫീൽസ്, അവർക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലൊക്കെ കളഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ കൾച്ചർ, ഒറിജിനൽ കൾച്ചർ ഇന്ത്യൻ കൾച്ചറാണ്, ദാറ്റ് ഈസ് മച്ച് സുപ്പീരിയർ ആണ്
എന്നുള്ള ഒരു തോന്നലോടെ കൂടിയാണ് അവർ സംസാരിക്കുന്നത്. ദാറ്റ് വാസ് മോർ ഇംപ്രസീവ്. എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു അത്. പക്ഷേ അതേ അഭിപ്രായക്കാരനാണ് ഞാനും. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയത് അവരെക്കുറിച്ച് ഒരു വലിയൊരു അഭിപ്രായം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോ സൂക്ഷിച്ചത്. പിന്നെ ഇത് ഞാൻ അയച്ചു കൊടുത്തത് വേറൊരാളിനാണ്. അതങ്ങനെ ചുറ്റിക്കറങ്ങി പിന്നെ അവസാനം നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ എത്തി. ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് ഈ ഫോട്ടോഗ്രാഫി. എവിടേക്ക് പോകുന്നുണ്ട് എനിക്ക് ഒരു പിടിയില്ല, അത്രയും ഭയങ്കര സ്പീഡിലാണ്. സോ എനിവേ അങ്ങനെ ഒരു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്ത്രീയെക്കുറിച്ച് ഒരു ബഹുമാനം. പിന്നെ അവർ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട്, അപ്പോൾ 9 ദിവസം മറ്റേ മാത്രമേ ഉണ്ടായത്, ഇത് കഴിഞ്ഞിട്ട് ഷീ വിൽ കം ബാക്ക് ടു ഇന്ത്യ, ഇവിടെയൊക്കെ വരും. കാരണം നമ്മുടെ തിരുവനന്തപുരത്തിലൊക്കെ എല്ലാം വരണം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എല്ലാം പോകണം, ഇങ്ങനെയൊക്കെ ഭയങ്കര ഒരു ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. ഇനി വരണം ഉദ്ദേശിക്കുന്നു, വരട്ടെ. ഓക്കെ, വരുമ്പോൾ എന്തായാലും നമുക്ക് ഒന്നിച്ചിരുന്നൊന്ന് സംസാരിക്കുകയും ചെയ്യാം സുനിത വില്യംസുമായി. സർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ക്രൂവിൻ്റെ കാര്യമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകർ ഒരുപാടുണ്ട്. നമ്മൾ ഒരു സുനിത വില്യംസിനെ അല്ലെങ്കിൽ ഒരു ബുഷ് വിൽമോറിനെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അവിടുത്തെ ഹാർഡ്ഷിപ്പിനെ കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ അവിടെ ഇവർക്ക് ഈ നേരത്തെ തീരുമാനിച്ചിരുന്നതിനേക്കാൾ ദിവസങ്ങൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ 8 ദിവസം എന്നുള്ളത് 9 മാസമാകുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രൂ കൂടിയുണ്ടല്ലോ. അവർക്ക് എത്രത്തോളം ഒരു ഹാർഡ്ഷിപ്സ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? യു ഹാവ് ടച്ച്ഡ് അപ്പാണ് ഒരു നല്ല ഒരു പോയിന്റാണ് തൊട്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ അറിയാമെന്നുള്ളത് സുനിത വില്യംസും കോഴ്സ് അവരെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. അവരെക്കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ടെൻഷനും, അവർ ജീവിച്ചിരിക്കണം, അവർ നന്നായിട്ട് വരണം വിത്തൗട്ട് എനി ഡിഫിക്കൽറ്റി. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഐ വുഡ് കാൾ ഇറ്റ് എസ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ ഇൻവോൾവ്. ഒന്നോ രണ്ടോ അല്ല. അത് എങ്ങനെയാണ് പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസിങ് അവർ ശ്വാസിക്കുന്നു, അവിടെ ഇറ്റ് ഈസ് എ കണ്ടെയ്നറാണ്. ആ കണ്ടെയ്നറിനകത്ത് അവർ ശ്വാസിക്കുന്ന ആ എയർ ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ അതിൻ്റെ ഓക്സിജൻ ലെവൽ കുറയും, കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ കൂടും. അപ്പോൾ അതെല്ലാം പുറത്താക്കിയിട്ട് ഇവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാറ്റ് തിരിച്ചങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ബൈ ന്യൂമാറ്റിക് ഹൈഡ്രോളിക് സർക്യൂട്ട്സ് ആണ്. ആൻഡ് ദർ ആർ ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് there are valves, no return valves, and ഇങ്ങനെയുള്ള ഈ മെക്കാനിസംസ് ശരിക്കും ഫങ്ഷൻ ചെയ്തില്ലെങ്കിലോ, ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു വാൽവ്, ഹൈഡ്രോളിക് വാൽവ് ഫങ്ഷൻ ചെയ്യാതപ്പം ആ ലാഞ്ച് നമ്മൾ ഒരു ദിവസം മാറ്റി വയ്ക്കേണ്ടി വന്നു. ഇതൊരു ഗ്രൗണ്ട് എക്യുപ്മെൻ്റ് ആണ്. പക്ഷെ അവിടെ ഫ്ലൈറ്റിലേക്കുള്ള ഒരു സാധനം മിസ്ബിഹേവ് ചെയ്തിരുന്നാൽ അന്ന് നമുക്കറിയാമായിരുന്നു ടെൻഷൻ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഉള്ള ടെൻഷനൊന്നും ടെൻഷനല്ല. അപ്പോൾ ഇത് ചെയ്തത് ആരാണ്? ഇതൊക്കെ ചെയ്തത് തൗസൻഡ്സ് ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ കമ്പൈൻഡ് എഫർട്ടാണ്. ഇവരുടെ സത്യത്തിൽ എനിക്ക് ക്ഷീണം തോന്നുന്നത്, ഇവരുടെ ആരുടെങ്കിലും നമുക്ക് പേരറിയാമോ? ആരാണ് ഈ സർക്യൂട്ട്സൊക്കെ ചെയ്തത്? ഒരു എക്സാമ്പിളാണ് ഞാനെടുത്ത് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു സീ ദ സെലക്ഷൻ പ്രോസസ് ഓഫ് ദി ആസ്ട്രോനോട്സ്. തീർച്ചയായും സർ, അവരെ സെലക്ട് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രാവിറ്റി മറികടക്കാനുള്ള അവർക്കുള്ള എന്താണ് പരിശീലനം, അതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വളരെ സിമ്പിളായി അൺഡോക്ക് ചെയ്തു എന്നങ്ങ് പറയുകയാണ്. പക്ഷേ അതിനുവേണ്ടിയൊക്കെയുള്ള പിന്നിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഓരോ സൂക്ഷ്മമായുള്ള അംശവും എല്ലാം കൃത്യമായി, എല്ലാം ഓരോന്നും അതിൻ്റെതായ സമയത്ത് വന്ന് വീഴുന്ന രീതിയിലുള്ള ആ ഒരു ആസൂത്രണം, അതൊക്കെ ശരിക്കും അവർക്ക് കൂടി നമ്മൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിലേക്ക് പോയത്. ആക്ച്വലി സുജയ, ഞാൻ ഒരു കാര്യം പറയാം. ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നതല്ല, അവർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ഇറ്റ് കനോട്ട് ഫെയിൽ, ഇറ്റ് ഷുഡ് നോട്ട് ഫെയിൽ. ഫെയിൽ ആയാൽ അതിൻ്റെ റിഡൻഡൻസി ഉണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇതിനകത്ത് തന്നെ നിങ്ങൾ നോക്ക്, ഞാൻ പറയാൻ വന്ന കാര്യം ജസ്റ്റ് സ്ലൈറ്റ്ലി ഡ്രിഫ്റ്റഡ്. ഞാൻ പറഞ്ഞത് സെലക്ഷൻ പ്രോസസ്സിൽ ഞാൻ പറഞ്ഞത് ഇവരുടെ മനുഷ്യനും വി ആർ യൂസ്ഡ് സം കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ. നമ്മളെപ്പോഴും ജീവിക്കുന്ന രീതി, നമുക്ക് ഉറങ്ങുന്ന രീതി, ആഹാരം കഴിക്കുന്ന രീതി, ഇതൊക്കെ ഒരു ലെവലിലാണ്, ഒരു സ്റ്റൈലാണ്. ഈ സ്റ്റൈലിൽ നമ്മൾ മാറ്റിയിട്ട് അവിടെ പോയി നമ്മൾ ഉറങ്ങാനും പറ്റത്തില്ല, കണ്ണടയ്ക്കാനും ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിലേക്ക് വി ഹാവ് ടു ബിക്കം, അതിന് യൂസ്ഡ് ആകണം. അപ്പോൾ അങ്ങനെ യൂസ്ഡ് ആകുന്ന ഒരു കണ്ടീഷനിലേക്ക് ദർ കുഡ് ബി ബ്ലഡ് സർക്കുലേഷൻ മോർ, ബ്ലഡ് പ്രഷർ മോർ ബി ലെസ്. ഇതൊക്കെ താങ്ങാനും അതിന് സഹിക്കാനും അതിന് അക്സെപ്റ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു ബോഡി കണ്ടീഷനിലുള്ളവരെ വേണം അവർ സെലക്ട് ചെയ്യാനായിട്ട്. സോ ദാറ്റ് അവർ അവിടെ പോയിട്ട് ഒരു പനിയോ ഒരു കോൾഡോ ഒരു കാഫോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് അവർ കിടന്നു പോയാലുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഐ എം അപ്രീഷിയേറ്റിംഗ് ദി ഡോക്ടേഴ്സ് ഹു ആർ നോട്ട് എഞ്ചിനീയേഴ്സ്, ദ ഡോക്ടേഴ്സ് ഹു ഹാവ് speculated the conditions for selection
ആ സെലക്ഷൻ ചെയ്തിട്ട് അതിൽ ഐട്രേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരാളുടെ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ദ പ്രൂഫ് ഈസ് ഇൻ ദ പുഡിങ്. ടുഡേ ഇത്ര സമയം ഇരുന്നിട്ടും അവർക്ക് ആർക്കും സുഖക്കേടോ അല്ലെങ്കിൽ പനിയോ അല്ലെങ്കിൽ വേറെ ഒന്നും വന്നിട്ടില്ല. അത് ഐ ഗിവ് ദ ക്രെഡിറ്റ് നോട്ട് ടു ദി അസ്ട്രോനോട്ട്സ് ബട്ട് ടു ദി ഡോക്ടേഴ്സ് ഹു സെലക്ടഡ് ദം. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ ആളുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമ്മൾ ഒരാളുടെയും പേരും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് സംതിങ് ലൈക്ക് ഇതിനെ കമ്പാരിസൺ ആകുവാണെങ്കിൽ എല്ലാ ക്രെഡിറ്റും ആക്ടറിനെ കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. വി ആർ ഫർഗെറ്റിംഗ് ദി ഡയറക്ടർ, വി ആർ ഡയറക്ടിങ് സ്ക്രിപ്റ്റും മറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ. പക്ഷേ എനിവേ അത് ഒരു സുനിത വില്യംസിനെ കുറിച്ച് അണ്ടർമൈൻ ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. ഇൻഫാക്ട് ഷീ ഹർസെൽഫ് വാസ് ടെല്ലിംഗ് ദാറ്റ് വി ആർ ഓൺലി പ്ലേയിങ് ആസ് പെർ ദി ഡിറക്ഷൻസ് ആൻഡ് വി ഹാവ് എ ഡ്യൂട്ടി. ഇപ്പോൾ അവർക്ക് ഇവിടെ ഒരു 8 മണിക്കൂറോ 10 മണിക്കൂറോ ഡ്യൂട്ടി ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ 9 പേര് അവിടെ ഉണ്ട്. ഇപ്പോൾ 9 പേരിൽ ഇപ്പോൾ ഇവർ 4 പേര് തിരിച്ചു വന്നാൽ അവർ 5 പേരായിരിക്കും അവിടെ ഇരിക്കുന്നത്. അവരിനി അടുത്ത 6 മാസം എടുക്കും തിരിച്ചു വരാനായിട്ട്. മാത്രമല്ല ഈ ഇതേ സുനിത വില്യംസ് തന്നെ ഇതിന് മുമ്പ് ഫസ്റ്റ് ട്രിപ്പിലേക്ക് പോയപ്പോൾ തന്നെ ഐ തിങ്ക് ഷീ വെന്റ് ഒരു 180-190 ദിവസം ആദ്യം അവിടെ പോയിരുന്നു. ഇതിനെക്കാട്ടിൽ കുറച്ച് കുറഞ്ഞിട്ട്. ഐ എം നോട്ട് അണ്ടർമൈനിങ്. അവരുടെ അണ്ടർമൈൻ ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയാൻ പറ്റുന്നത് നമുക്ക് ഇപ്പോൾ കൽപ്പന ചൗളയ്ക്ക് ശേഷം സുനിത വില്യംസ് എന്ന് പറയുന്നത് നമ്മൾ അത്രയും പ്രൗഡായാണ്, അത്രയും അഭിമാനത്തോടു കൂടിയാണ് ആ പേര് തന്നെ നമ്മൾ പറയുന്നത്. ഇന്ത്യൻ വംശജ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ അഭിനന്ദന സന്ദേശമൊക്കെ പ്രധാനമന്ത്രി അയച്ചതും നമ്മൾ കുറച്ച് സമയം മുൻപ് കാണുകയുണ്ടായി. ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, അതായത് നാളെ അവർ ടച്ച് ഡൗൺ ചെയ്യുന്ന ആ ഒരു മൊമെന്റിലേക്ക് എത്തുമ്പോൾ അത് തീർച്ചയായും അത് ശാസ്ത്രലോകത്തിന് അതുപോലെ തന്നെ ഈ യാത്ര പോയി തിരിച്ചു വന്നവർക്ക് ഒക്കെ അവർക്ക് വ്യക്തിപരമായും വളരെ പ്രൗഡസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റായി തന്നെയല്ലേ മാറുക ശ്രീ നമ്പി നാരായണൻ? ഷുവർ, അതിനകത്ത് യാതൊരു സംശയമില്ല. It is not like getting into an aircraft and then flying for 3 hours and then landing at a destination. അതല്ല ഇത്. ഇവിടെ നമ്മൾ ഊഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി മറ്റേ എയർക്രാഫ്റ്റ് പോലെയുള്ള ഒരു റിലയബിലിറ്റിയോ റിപ്പീറ്റബിലിറ്റിയോ കൺസിസ്റ്റൻസിയോ ചെക്ക് ചെയ്യപ്പെട്ടതല്ല. അത് നമുക്ക് പഠിക്കുകയാണ്. ഈവൻ ദിസ് പർട്ടിക്കുലർ എക്സ്പെരിമെന്റ് വി ആർ ലേണിംഗ്. സോ ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ പല ഇൻ്റർവ്യൂവിലും ഞാൻ ആഗ്രഹിക്കുന്നതും പറയുന്നതും ഇതെല്ലാം ഫോർ ദി മാൻകൈൻഡ്. സോ എല്ലാ കൺട്രീസിൻ്റെയും കോൺട്രിബ്യൂഷൻ അതിനകത്ത് വേണം. ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ റിലവൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, നമ്മൾ ലൈക്ക് യൂസ് ഈസ ഫോർ ദി യൂറോപ്യൻസ് ആൻഡ് നാസ ഫോർ അമേരിക്കൻസ്, വി ഷുഡ് ഹാവ് എൻ ഏസ, an Asian Space Agency comprising of ചെറിയ countries, Vietnam, Malay Islands, Sri Lanka, Gulf countries, even Japan. അപ്പോൾ ഇത് ഒരു ഇൻ്റർനാഷണൽ കൺസാർഷ്യം പോലെ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഫർദർ ഡീപ്പ് സ്പേസ് ഓപ്പറേഷൻസും അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് ട്രാവൽസും കുറച്ചുകൂടെ ഇൻ ദിസ് മിഷൻ ഇറ്റ് സെൽഫ് നിങ്ങൾ കാണുന്നുണ്ട്. ഒരു അമേരിക്കൻ അസ്ട്രോനോട്ട്, ഒരു റഷ്യൻ അസ്ട്രോനോട്ട്, പിന്നെ ഒരു ജാപ്പനീസ് അസ്ട്രോനോട്ട്. ഷോ അല്ല. ഈവൻ ഇൻ ദ യൂണിവേഴ്സ് വെൻ വി ലിവ് വി ഹാവ് ഡിഫറെൻറ്റ് കൺട്രീസ്. ഓരോ കൺട്രീസിൻ്റെ ഉള്ള ഹ്യൂമൻ ബാഡിക്ക് ഡിഫറെൻറ്റ് ഇമ്മ്യൂണിറ്റി ലെവൽസാണ്, ഡിഫറെൻറ്റ് വേ ഓഫ് റെസിസ്റ്റിംഗ് ദി ഇതുകളൊക്കെ. അങ്ങനെയുള്ള വാട്ട് വി ആർ ട്രൈങ് ടു സേ, ഐ എം ട്രൈങ് ടു സേ ഈസ് ഇറ്റ് ഈസ് എൻ ഇൻ്റർനാഷണൽ കൊളാബറേഷൻ ഈസ് റിക്വയർഡ്. ഇതിനകത്ത് യു ഡോണ്ട് ഡിസ്ക്രിമിനേറ്റ്. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് ഫൈനലി ഇന്നല്ല നാളെയല്ല, ഒരു 2000 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഭൂമി കളയേണ്ടി വരും. ആ കണക്കിലാണ് സംഗതികൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പോകുമ്പോൾ നമുക്ക് പോയി താമസിക്കാനുള്ള ഒരു സ്ഥലം വേണം. ആ സ്ഥലത്തിൻ്റെ ഒരു അന്വേഷണം നടത്താനുള്ള ഒരു അരിച്ചുവടിയാണ് ഇപ്പോൾ നടക്കുന്നത്, ആദ്യത്തെ ഒരു സ്റ്റെപ്പിലേക്കുള്ളത്. തീർച്ചയായും ഇതിനകത്ത് ഇന്റർനാഷണൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഫൈനാൻഷ്യലി ആൾസോ ഇറ്റ് വിൽ കം ടു എ ഗ്രേറ്റ് ഹെൽപ്പ്. വളരെ നന്ദി ശ്രീ നമ്പി നാരായണൻ, ഇത്രയും സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിനൊപ്പം സുനിത വില്യംസ് കേരളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന വിവരം കൂടി റിപ്പോർട്ടറിലൂടെ അങ്ങ് പങ്കുവച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഒരു കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ അത് കേരളത്തിലേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ കൂടി ആവട്ടെ എന്ന് നമ്മളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നമുക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്, ഈ ദൗത്യത്തെക്കുറിച്ച് സുനിത വില്യംസിനെ കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. Thank you, Sujata. I will make sure that she comes to Trivandrum and she will speak to your channel. Don't worry about it. Thank you, sir. Thank you so much.